എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ രസകരമായ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ രസകരമാണ്, നമ്മുടെ ജീവിതവുമായി വളരെ ബന്ധമുള്ളതാണ്. അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില മണ്ടത്തരങ്ങൾ കൂടിയാണ് ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത്. ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന, നമുക്ക് സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളായിട്ടും അല്ലെങ്കിൽ തെറ്റുകളായിട്ടും മണ്ടത്തരങ്ങളായിട്ടുമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മളറിയാതെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പണ്ട് മുതൽക്കേ നമ്മൾ അവലംബിച്ച് കൊണ്ടു നടക്കുന്ന ചില ശീലങ്ങൾ, ചില കാര്യങ്ങൾ, അതൊക്കെ ഇന്നത്തെ ഈ വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ട് അതൊക്കെ നോക്കുമ്പോൾ നമ്മളൊക്കെ കാട്ടിക്കൂട്ടുന്ന ആ കാര്യങ്ങളൊക്കെ വളരെ അബദ്ധമാണ്, വളരെ വലിയ മണ്ടത്തരമാണ് എന്ന് തോന്നാറുണ്ട്. ഇത് നിങ്ങളുടെ കാര്യം മാത്രമല്ല, ഞാനടക്കമുള്ള ഈ പറയുന്ന എൻ്റെ കാര്യത്തിൽ പോലും ഉള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ നമ്മളൊന്ന് അടുക്കളയിലേക്ക് ഒന്ന് പോയി നോക്കണം. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു മൂലയിൽ അല്ലെങ്കിൽ റേക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കുറേ ബോക്സുകൾ കാണും അല്ലേ? കുറേ നല്ല മനോഹരമായിട്ടുള്ള കുറേ പ്ലേറ്റുകൾ, അല്ലെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള കുറേ ഗ്ലാസ്സുകൾ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കാണും. നമ്മൾ ഇന്ന് വരെ അതൊന്നും എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അതിങ്ങനെ പൂജിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുക. എന്തിനാണെന്നറിയോ? അതായത് അതിഥികളൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള ചില കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു നല്ല ബോക്സിലോ ഒരു 1/2 ഡസൻ ഗ്ലാസ്സൊക്കെ ഉണ്ടാവും, നല്ല ഭംഗിയുള്ള നല്ല സുന്ദരമായിട്ടുള്ള, എടുത്ത് കണ്ടു കഴിഞ്ഞാൽ എടുത്ത് കഴിക്കാൻ തോന്നുന്ന നല്ല ഗ്ലാസ്സുകൾ അല്ലേ? പക്ഷെ നമ്മളത് എടുക്കാറില്ല. അവർക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുക, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളെടുത്ത് ഉപയോഗിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഇതുപോലുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന മണ്ടത്തരങ്ങളാണ്. അതായത് നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ സംതൃപ്തിയും ഒക്കെ നമ്മുടെ അതിഥികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. ആ ശീലം നമ്മൾ മാറ്റേണ്ടതല്ലേ എന്നതാണ് ചോദ്യം. അത് അവരവരുടെ ചിന്താഗതികൾക്ക് വിട്ടുകൊടുക്കേണ്ടതാണ് എന്ന് പറയുമ്പോഴും നമ്മൾ കാണിക്കുന്നത് മണ്ടത്തരം തന്നെയാണ് എന്നൊരു യാഥാർത്ഥ്യം അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ഒരു കുഞ്ഞു ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടങ്ങളോടൊപ്പമൊക്കെ നമ്മൾ യാത്ര ചെയ്യണ്ടേ? സത്യത്തിൽ നമ്മുടെ വീട്ടിൽ സംതൃപ്തിയോടെ ഭക്ഷണം കഴിക്കേണ്ടത് ആരാണ്? നമ്മളല്ലേ? അപ്പൊ അതിഥികൾക്കും തീർച്ചയായിട്ടും ഒരു പരിഗണന നമ്മൾ നൽകണം. നമ്മൾ കഴിക്കുന്നത് വൃത്തിയാണെങ്കിൽ അവർക്കും അത് കൊടുക്കാം. നമ്മൾ എന്താ സാധാരണ ചെയ്യാറുള്ളത്? നമ്മൾ ചായ പിടിക്കുമ്പോൾ സ്റ്റീലിന്റെ ഗ്ലാസ് ഒക്കെ ഉണ്ടാവും, നല്ല കറയൊക്കെ പിടിച്ചിട്ട് അല്ലെ? പ്ലേറ്റ് ഒക്കെ നല്ല കുത്തി വരഞ്ഞ സ്റ്റീൽ പ്ലേറ്റിലൊക്കെ ആണെങ്കിൽ നല്ല കുത്തി വരഞ്ഞ പ്ലേറ്റ് ഒക്കെ ആയിരിക്കും. ഇതിൽ നമ്മൾ കഴിക്കും, അതിഥികൾ വരുമ്പോൾ നല്ല പ്ലേറ്റ് ഒക്കെ കൊടുക്കും. ഈ ശീലം മാറ്റണം. നമ്മുടെ ഈ കുഞ്ഞു ജീവിതത്തിൽ നമ്മുടെ സംതൃപ്തിയോടൊപ്പം ജീവിക്കാൻ നമ്മൾ പഠിക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തോടുള്ള നമ്മുടെ മണ്ടത്തരങ്ങളാണ്. അങ്ങനെ സൂക്ഷിച്ചു വെക്കാനുള്ളതൊന്നും ജീവിതത്തിൽ ഇല്ല എന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റണം. ഇത് പ്ലേറ്റിന്റെയും ഗ്ലാസിന്റെയും കാര്യങ്ങളിൽ മാത്രമല്ല, നല്ല വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്വഭാവമുണ്ട്. പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ നല്ല ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മളത് കാത്തിരിക്കും. ആ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാമെന്ന് കരുതി. എത്ര മണ്ടത്തരമാണല്ലേ? നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസമില്ലേ? അതെല്ലാ സമയവും നമുക്ക് കിട്ടേണ്ടതല്ലേ? അല്ലാതെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ മാത്രം കിട്ടേണ്ടതാണോ ഈ ആത്മവിശ്വാസത്തോടെ ഒന്ന് പുറത്തിറങ്ങുക എന്നൊക്കെ പറയുന്നത്? അപ്പോൾ നല്ല വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തോന്നുമ്പോൾ അത് ഇട്ടിട്ട് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റണം. ഇത് ഒന്നിനു വേണ്ടിയിട്ടും മാറ്റി വയ്ക്കരുത്, ഒന്നിനു വേണ്ടിയിട്ടും മാറ്റിവെക്കാനുള്ളതല്ല എന്ന ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, ഇതിനേക്കാളൊക്കെ നമുക്ക് വിഷയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ആളുകളൊക്കെ വീട്ടിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും, സാധാരണയുള്ള ദിവസങ്ങളിലൊക്കെ വീടൊക്കെ ആകെ അലമ്പായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, ആകെ അസ്വസ്ഥമായിട്ട് വലിച്ചു വാരിയിട്ടുണ്ടാവും. ഡ്രസ്സൊക്കെ ഒരു ഭാഗത്തുണ്ടാവും, കിച്ചണിൽ പോയി കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ 4 വഴിക്കുണ്ടാവും, ചെയറാണെങ്കിൽ എവിടെയൊക്കെയോ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ വീട്ടിലേക്ക് ആരെങ്കിലും ഒരാൾ കയറി വരുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? നമ്മൾ കംപ്ലീറ്റ് വൃത്തിയാക്കാൻ തുടങ്ങും അല്ലെ? അടക്കി ഒതുക്കി വീടൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ വെക്കും. എന്തിനാണ്? ഒരു ഇംപ്രഷൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചോദിക്കുന്നത്, അതിഥികൾക്ക് ഇംപ്രഷൻ കൊടുക്കാനുള്ളതാണോ നമ്മുടെ വീട് എന്നതാണ് ചോദ്യം. നമുക്ക് എല്ലാ സമയവും ഈ വൃത്തിയോടുകൂടിയും ശുദ്ധിയോടുകൂടിയും അടുക്കും ചിട്ടയോടുകൂടിയും ജീവിക്കാൻ പറ്റിയ, അതിൽ നിന്ന് കിട്ടുന്നൊരു വലിയ പോസിറ്റീവ് എനർജിയെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? വീട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റണം. പല ആളുകൾക്കും അതിന് പരാതിയുണ്ട്, സമയമില്ല എന്ന്.
സമയമില്ല എന്ന് പറയുന്നത് സമയമില്ലാത്തത് കൊണ്ടല്ല, മടിയാണ് ഇതിന്റെ കാരണമെന്ന് പറയുന്നത്. നമ്മൾ ഇതിനൊന്നും നമ്മുടെ സമയം കൊടുക്കില്ല. നമുക്ക് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. യഥാർത്ഥത്തിൽ സമയം നമുക്ക് മാനേജ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന സമയത്തെ നമുക്ക് മാനേജ് ചെയ്യാൻ അറിയില്ല. മറിച്ച് നമുക്ക് എന്തൊക്കെയോ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ശരിക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അനാവശ്യമായിട്ട് കളയുന്ന സമയങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് സമയം മാത്രമേ ആവശ്യമുള്ളൂ ഇതിനൊക്കെ. നമ്മുടെ വീടൊക്കെ നല്ല നീറ്റായിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ്. അപ്പോൾ എല്ലാം സാധനങ്ങളും അടക്കി ഒതുക്കി വെക്കേണ്ടതൊക്കെ കൃത്യമായി വെക്കേണ്ട സ്ഥലത്ത് തന്നെ വെച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് എപ്പോഴും അത് ഉപയോഗിക്കാതിരിക്കില്ല. നമ്മൾ അതിൽ നിന്ന് എടുക്കും. നമ്മൾ അതിൽ നിന്ന് സാധനം എടുത്തു കഴിഞ്ഞാൽ ആ എടുത്തു കഴിഞ്ഞത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമ്മൾ അവിടെ തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ സമയനഷ്ടത്തിന്റെ ആവശ്യമുണ്ടോ? എല്ലാ ദിവസവും വൃത്തിയാക്കേണ്ടതിന്റെ ആവശ്യമൊന്നും അവിടെ ഇല്ല, അല്ലേ? 2-3 മാസം കൂടുമ്പോൾ മതി എല്ലാം ഒന്ന് അടുക്കി ഒതുക്കി വൃത്തിയാക്കല്. പക്ഷെ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? നമ്മൾ ആദ്യം എന്ത് ചെയ്യും? എല്ലാം വൃത്തിയാക്കി സൂക്ഷിച്ചു വെക്കും. അതിനുശേഷം അതിൽ നിന്ന് എടുക്കും. എടുത്തു കഴിഞ്ഞാൽ അവിടെ വയ്ക്കില്ല, അതവിടെ ഇടും. പിന്നെ അടുത്ത സാധനം എടുക്കും, പിന്നെ അവിടെ ഇടും. അങ്ങനെ ഷവറ് പോലെ സാധനങ്ങൾ വീണ്ടും 1-2 ദിവസം കൊണ്ട് പല വഴിക്കേക്ക് പോകും. ആ വൃത്തിയും കാര്യങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെടും. എന്നാൽ നമ്മൾ അത് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ, എടുക്കുന്ന സാധനങ്ങളൊക്കെ കൃത്യമായി എടുക്കുകയും വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കില്ല? സമയത്തിന്റെ നഷ്ടമില്ല. വീട് എല്ലാ സമയവും ഏത് സമയത്ത് ആര് കയറി വന്നു കഴിഞ്ഞാലും നമുക്ക് പ്രത്യേകിച്ച് ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല. അത് വീടൊക്കെ നീറ്റായിട്ട് എപ്പോഴും കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരവാദി ആരാണ്? നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മൾ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ചിന്താഗതികളൊക്കെ നമ്മൾ മാറേണ്ടതുണ്ട്. ഈ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ പഴകിയ മുഷിഞ്ഞ തുണികളൊക്കെ ഇങ്ങനെ കുത്തി കുത്തി അവിടെ ഇറക്കി വെച്ചിട്ടുണ്ടാവും നമ്മൾ, അല്ലെ? സ്വാഭാവികമായിട്ട് ഒരു ചെറിയ ഹാങ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും. അവിടെ എല്ലാ തുണികളും ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടാവും. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് പഴകിയ തുണിയാണെങ്കിൽ അലക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ചെറിയൊരു ബോക്സ്, അത് പൈസ കൊടുത്ത് വാങ്ങിക്കണമെന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ബോക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന ഒരു ബോക്സോ മതിയാവും. അത് അതിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഇവിടെയൊക്കെ ഡ്രസ്സിങ്ങനെ അലങ്കോലമായി കിടക്കുന്ന സാഹചര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ യൂറിനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ തുണികൾക്ക് അവിടെ ഉണ്ടാവും. പല വീടുകളിലും പോയി കഴിഞ്ഞാൽ കാണാം, നിറയെ റൂം നിറയെ കുട്ടികളുടെ തുണികളായിരിക്കും. ആ സമയത്ത് ആ ബോക്സിലെടുത്ത് ഇട്ടാൽ മതി. അപ്പോൾ വൃത്തിയാക്കുന്നതും വൃത്തികേടാക്കുന്നതും ഒക്കെ നമ്മൾ തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് സമയങ്ങളുടെ ആവശ്യമോ അല്ലെങ്കിൽ സമയമില്ല എന്ന പരാതിയൊക്കെ പറയുന്നത് ഇതിനെ മാനേജ് ചെയ്യാൻ അറിയാത്തതിന്റെ ഒരു പോരായ്മയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ആർക്കൊക്കെയോ വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ വൃത്തിയാക്കുന്നത്, നമ്മളുടെ അടുക്കും ചിട്ടയും എന്ന് പറയുന്നത്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വേണ്ടി തന്നെ കാത്തു സൂക്ഷിക്കാനുള്ളതാണ്. എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിച്ച് വളർന്നു നോക്കിയേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് നമുക്കവിടെ കിട്ടും. നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ഒരു മാനസികാവസ്ഥ നമ്മളെ സഹായിക്കുന്നുണ്ട്. ആകെ അലങ്കോലമായി കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നതാണോ നിങ്ങൾക്ക് ഒരു ഭംഗി തോന്നുന്നത്? വളരെ ശാന്തമായി എല്ലാ കാര്യങ്ങളും ഫ്രഷായി നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിലാണോ? അത് തീർച്ചയായിട്ടും നമുക്ക് രണ്ടാമത് പറഞ്ഞ കാര്യം തന്നെയാണ്, അല്ലേ? അപ്പം നമ്മുടെ വീട്ടിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ജോലി കഴിഞ്ഞാൽ പിന്നെ വീടാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. അവിടെ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ സൂക്ഷിക്കാൻ കഴിയണം. അല്ലെങ്കിൽ അതിഥികൾ വരുമ്പോൾ മാത്രം വൃത്തിയാക്കുന്ന നമ്മുടെ ഈ ശീലങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കുക. വീട്ടിലങ്ങനെ പൂജിച്ച് വെക്കുന്ന പരിപാടികൾ, നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നാൽ അത് ആർക്കൊക്കെയോ വേണ്ടിയിട്ട് ഇങ്ങനെ പൂജിച്ച് വെക്കുന്ന ഒരു സ്വഭാവവും നമ്മൾ മാറ്റിവെക്കുക. നമ്മൾ നല്ല പ്ലേറ്റിൽ, നമ്മൾ നല്ല ഗ്ലാസ്സിൽ ഒക്കെ നമ്മൾ ഫുഡൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുക, നല്ല വസ്ത്രങ്ങൾ ഒക്കെ ധരിക്കുക, വീടൊക്കെ എപ്പോഴും നീറ്റായിട്ട് നമ്മൾ വെക്കുക. ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. ഞാനിത് പറയാൻ കാരണം എൻ്റെ വീട്ടിൽ ഈ പരിപാടി ഉണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ നല്ല സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കും. പിന്നെ നല്ല പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ വീട്ടിലുണ്ടാവും. അത് വാങ്ങിച്ചൊന്നല്ല കേട്ടോ, ഗിഫ്റ്റ് കിട്ടിയതാണ്. അന്നത്തെ കാലത്ത് വാങ്ങിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നല്ല കോസ്റ്റാണ്. എന്നാലും വീട്ടിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടുക ഈ സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ കുത്തി വരഞ്ഞ പ്ലേറ്റൊക്കെയാണ്. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സൊക്കെയാണ്. അപ്പം ഞാൻ അമ്മയോട് പറയും, അമ്മ ആ പ്ലേറ്റിൽ എനിക്ക് ചോറ് താ, അല്ലെങ്കിൽ ആ ഗ്ലാസ് താ ചായ കുടിക്കാനെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷെ അപ്പോൾ അമ്മ പറയും, മോനെ അത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കണ്ടല്ലേ, മോനിതിപ്പോൾ തൽക്കാലം ഇതിൽ കുടിക്കുക എന്ന് പറയും. അപ്പോൾ നമ്മളത് കേട്ടിട്ട് സ്നേഹത്തോടെ അമ്മ പറയാണല്ലോ, നമ്മളത് കേട്ടിട്ട് നമ്മൾ മിണ്ടാതെ നമുക്ക് കിട്ടിയതും കഴിച്ച് നമ്മളങ്ങ് പോകും. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്തതെന്ന് ഇപ്പം ആലോചിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ആ പരിപാടി ഇല്ല കേട്ടോ. ഇപ്പം അമ്മ വീട്ടിൽ നല്ല പാത്രങ്ങളൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇതിനൊന്നും ആവശ്യകതയില്ല. എപ്പോഴും നല്ല
വൃത്തിയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ആർക്കൊക്കെയോ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക, ബാക്കിയുള്ള സമയത്തൊക്കെ അലമ്പായി നടക്കുക. ഈ ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ നമ്മൾ തയ്യാറാവണം. അത് നമ്മുടെ ജീവിതത്തെ കുറെ കൂടി ഭംഗിയാക്കും, മനോഹരമാക്കും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. നമ്മുടെ വീടൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് നടക്കട്ടെ. നല്ല മനോഹരമായിട്ടുള്ള ഗ്ലാസ്സിലൊക്കെ നമ്മൾ ചായ കുടിക്കുക, നല്ല മനോഹരമായിട്ടുള്ള പ്ലേറ്റിലൊക്കെ എപ്പോഴും ഭക്ഷണം കഴിക്കുക. ജീവിതം സുന്ദരമാവട്ടെ, ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും സുന്ദരമാവട്ടെ. അപ്പോൾ ജീവിതത്തിൻ്റെ ആകത്തുക എപ്പോഴും മനോഹരമായിരിക്കും. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ പ്രധാനപ്പെട്ട വിഷയമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.